ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണട്ടെ. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അങ്ങനെ രാവിലെ എണിച്ചിട്ടുണ്ട്. അമ്മ രാവിലെ കോളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴേന്ന് എന്താ വെച്ചെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ചെമ്മൂനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അത് എന്ത് സംഭവം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം. സോ അങ്ങനെ രാവിലെ പുറത്ത് കാണുമ്പോൾ നല്ല റിസോർട്ടാണ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ അയാനും വിളിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ഞാൻ വിചാരിച്ചു ഓന് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി വേഗം തീരുമല്ലേ എന്ന് പറഞ്ഞിട്ട്. ഓനുണ്ടെങ്കിൽ എൻ്റെ ബാക്കിലേ നടുക്കോട്ട ഓൻ്റെ ബാക്കിലും പണിയും അത് ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് എനിക്ക് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായത്. പക്ഷേ എണീച്ച് പിന്നെ ഞാൻ ഇവിടെ ജനലെല്ലാം തിരിച്ചിട്ട് പുറത്തെല്ലാം കാണിച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര കുറച്ച് ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കാണാൻ പുറത്ത്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന കാണിക്കുകയല്ല കേട്ടോ, നല്ല രസമുണ്ട് പുറത്ത്. സോ നമ്മൾ രണ്ടാൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം എന്താ പറയല്ലേ, എനിക്ക് മരുന്നെല്ലാം കൊടുക്കാനുണ്ട്. അതേ കണിക്ക് ഇനി എന്ത് സംഭവം എന്ന് ഒരു ഐഡിയയിൽ തന്നെ താഴെ പോയി നോക്കണം. അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കാം കേട്ടോ. സോ എന്നറിയോ കോമഡി എന്താ വെച്ചെങ്കിൽ രാവിലെ തന്നെ ഗ്യാസ് തീർന്നു. ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീർന്നിട്ടുണ്ട് മറ്റേ നസ്ര എന്താ പറയല്ലേ, ഒരു കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഗ്യാസ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കോമഡി എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് രാവിലെ ഇന്ന് പൈക്കാൻ തുടങ്ങിയിട്ടാണ്. രാവിലെ ഇല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒന്ന് ഞാൻ എന്തെങ്കിലും ആക്കി കൊടുക്കും, ഇല്ല ഉമ്മ എന്തെങ്കിലും ആക്കി കൊടുക്കും. ഞാൻ എന്തൊക്കെ ആപ്പിൾ ഉണ്ടായിന് അതെല്ലാം കട്ടാക്കി കൊടുത്തു. പക്ഷെ അതൊന്നും എനിക്ക് ഒത്തിയിട്ടാട്ടാ. ഇത് ഈ നിന്നിട്ടേ അല്ല അപ്പം സ്റ്റാർട്ടാക്കിയത്. അമ്മി ചോറ് വേണം, അമ്മി ചിക്കൻ വേണം, അമ്മി അപ്പിച്ചി വേണം, ദോശ താമ്മി, ഇഡ്ഡലി താമ്മി, ഇതെന്നെ തുടങ്ങിയിട്ടാ. എന്തായാലും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഞാൻ ബ്രെഡ് ഉണ്ടായിനി, അത് വേണം ചോദിക്കുമ്പോൾ ബ്രെഡ് വേണ്ട, ഇച്ച അപ്പിച്ചല്ലോ ചോദിച്ചത്, ഇച്ചക്ക് അപ്പിച്ച് തന്നാൽ മതി അമ്മി എന്നല്ല പറഞ്ഞ്. സോ എന്ത് പറയലേ, അതിനെ ഫ്രഷപ്പ് ആക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. സോ ഓനെ എത്തിച്ചിട്ട് ഓനെ സെറ്റാക്കണമെങ്കിൽ ഈ ടീ വെച്ച് കൊടുത്തെങ്കിൽ ഓന് കുറച്ച് നേരം സെറ്റ് ആവട്ടെ. പക്ഷെ ഉറക്കിലുള്ളത് ഉറങ്ങിയപ്പാടെ എനിക്ക് മസ്റ്റ് ടി വി പാട്ടാ ഇപ്പം കാർട്ടൂൺ നോക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. ഇല്ല പാട്ട് മാത്രം കേൾക്കുന്നുണ്ടായത്. അതുകൊണ്ട് ഓനെ അവിടെ സെറ്റാക്കിയിട്ട് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ നേരത്തെ ഉമ്മാൻ്റെ അവർ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അത് എന്തിനെന്നറിയോ, നമ്മൾ ഇന്നലെ ചുമ്മും ഇല്ലെങ്കിൽ പൂച്ചൻ്റെ അങ്ങനെ അടുത്താക്കിയില്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ തൊടും. അതൊക്കെയാണെങ്കിൽ നല്ല പാങ്ങിൽ തലയെല്ലാം തടഞ്ഞ് അതിനെ കുറച്ച് കൊഞ്ചിച്ചിട്ടെല്ലാം എന്താക്കി ഓൾ ഇങ്ങോട്ട് വന്ന് പൂച്ച എന്താക്കി ഓളെ ബാക്കിലേ വന്നിട്ട് കാലിൻ്റെ ഇടയിൽ പോയി ഓളി തട്ട് ഇതാക്കുമ്പോഴത്തേക്ക് ഓളെ കടിച്ച് മാന്തി. സോ അങ്ങനെ എന്താ പറയലേ, ഇന്നലെ ഉപ്പം മഗ്രീബ് ആകുമ്പോഴത്തേക്ക് ഓളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞ നല്ല ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തന്നെ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് ടി ഇവിടെ വെക്കാൻ പറ്റില്ല, നിങ്ങൾ ആടെ തന്നെ പോയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ഇന്നലെ ഉപ്പാൻ്റെ കുലുമാലും കഴിഞ്ഞിട്ട് എന്താ പറയലേ, രാവിലെ ആകുമ്പോഴത്തേക്ക് ഉമ്മ എന്താ പറഞ്ഞ് രാവിലെ 7 മണിക്ക് പോയിന്ന് കിട്ടാം. അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഒന്നാമത് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർ ചായയെല്ലാം കുടിച്ചിട്ട് പോകുന്നു ഇങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഗ്യാസെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായി എത്ര മണിയാവുന്നൊന്നും ഐഡിയ ഇല്ലല്ലോ. ഒന്നാമത് ഇല്ലെങ്കിൽ ഞാൻ പോട്ടേനു എനിക്ക് ഇപ്പോൾ കഴിയുന്നില്ലല്ലോ, ഒട്ടും കഴിയാത്ത കൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇനി എന്ത് പറയില്ലേ, ഇനി നെക്സ്റ്റ് പോകാനുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ ഞാൻ ഓക്കെ ആവും. ഒന്നാമത് ഉമ്മല രാവിലെ ഉമ്മാൻ്റെ എല്ലാം കാല് സ്ക്രൂകളെ അളയിട്ടുള്ളത് കിട്ടാന്ന് വെച്ചെങ്കിൽ ഉമ്മാൻ്റെ കാലെല്ലാം സൈഡായിട്ടുള്ളത്, കാലും അതെനിക്ക് പുറമെല്ലാം ഉമ്മക്ക് കാലെല്ലാം ഭയങ്കര പ്രോബ്ലം. എന്നാലും സ്ട്രോങ്ങിൽ പണി എടുത്തോണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇത്ര വയസ്സായത് ഞാൻ തൊണ്ടിയായി. ഉമ്മ ഇത്ര ഇതായിട്ടുണ്ടല്ലോ, ഉമ്മ എത്രയോ സ്ട്രോങ് ഉണ്ട് കേട്ടോ. ഉമ്മക്ക് അധികം നടക്കാൻ പറ്റിയില്ല, അധികം നിൽക്കാൻ പറ്റിയില്ല, അധികം പണിയെടുക്കാൻ പറ്റിയില്ല, മുട്ട് ഫുള്ള് തയഞ്ഞിട്ടുണ്ട്. എത്രയോ ഹോസ്പിറ്റലിൽ പോയി ഉമ്മക്ക് പറ്റുന്നില്ല. ഓരോർക്ക് ഇങ്ങനെ ബീക്കം വരും, അതേ കണക്ക് ഒരു 10-20 തൊട്ട് ഉമ്മ വീഴും. അതെന്ത് സംഭവം എന്നറിയില്ല. ഞാൻ നോക്കിയാകുമ്പോൾ ഉമ്മ കടുക്കുമ്പോൾ ഞാൻ സൈഡാവും. ഇതാണ് കേട്ടോ. ഇപ്പം അയനം തുടങ്ങിയിട്ടുണ്ട്. അയനിക്ക് ചെമ്മുന് ഇങ്ങനെ ശ്വാസം മുട്ട് അതേ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷെ ചെമ്മുന് അങ്ങനെ ഹോസ്പിറ്റൽ കേസായിട്ട് വന്നിട്ടാ. എപ്പോഴെങ്കിലും ഒരിക്കൽ പനി വരെ ശ്വാസം മുട്ട് വരും. അപ്പം ഓള് സൈഡായിട്ടുണ്ട്. ശ്വാസം മുട്ടെല്ലാം വന്നെങ്കിൽ ഓള് സൈഡായിട്ടാ. പക്ഷെ പനിയെല്ലാം വന്നെങ്കിൽ ഓള് എങ്ങനെ കൺട്രോളൊക്കെ. ഹോസ്പിറ്റലൊന്നും പോയില്ല, മരുന്നെല്ലാം കുടിച്ചിട്ട് ഒപ്പിക്കും. എന്നെ കണിക്കൊന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് വരുമ്പോൾ സൈഡായിട്ട് വീണ് എനിക്കത്ര ശേഷിയില്ല, ഓളത്ര ശേഷിയില്ല. പക്ഷെ പൂച്ച കടിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനായി. എന്താ വെച്ചെങ്കിൽ ഇൻഫെക്ഷനെല്ലാം ആയി. അതേ കണക്ക് എൻ്റെ കസിനും ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൂച്ച കടിച്ചിട്ട് പെരിയാറെല്ലാം കൊണ്ടുപോയി. എന്താ പറയലേ, ഇഞ്ചക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് നാട്ടിൽ നിന്ന് പൂച്ച കടിച്ചിട്ട് ഈടെ വന്നിട്ട് നോക്കുമ്പോൾ ഈടില്ലാത്തതുകൊണ്ട് ഓളെ പെരിയാരം മരിച്ചിട്ടുണ്ടായത്. സോ അതെല്ലാം ടെൻഷനായി. അങ്ങനെ എന്താ പറയലേ, അങ്ങനെ ഉമ്മ രാവിലെ പോയിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ ഉമ്മാക്ക് വിളിക്കില്ല, ഞാൻ ആർക്കും കോളാക്കിയില്ല കേട്ടോ. എൻ്റെ ഉമ്മാക്ക് പോലും വിളിക്കില്ല, ഇങ്ങനെ ആഴ്ചക്ക് രണ്ടാഴ്ചക്ക് അങ്ങനെ വിളിക്കുക, എന്തെന്നറിയില്ല. എൻ്റെ ഉമ്മ അങ്ങനെയാണ് കേട്ടോ, ആർക്കും വിളിക്കില്ല, എനിക്ക് അങ്ങനെ വിളിക്കില്ല. അതായിരിക്കും അങ്ങ് കിട്ടിയത്. എനിക്ക് കോളാക്കുന്നത് ഭയങ്കരമാണ്. പക്ഷെ ആകെ കോളാക്കിയിട്ട് എനിക്ക് ടോർച്ചറാക്കുന്നതും ഞാനിങ്ങനെ ക്യാമറ ഓൺ ആയില്ല എന്നെ വെക്കുന്നത് എൻ്റെ ഇക്കാനൊക്കെ മാത്രം കേട്ടോ. ഇക്കാക്ക് എന്തെന്നറിയില്ല, ഇക്കാക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് വെച്ചാൽ മതി, മുണ്ടിലാലും പ്രശ്നമില്ല, ഇങ്ങനെ ജസ്റ്റ് കണ്ടാൽ മതി. എൻ്റെ സൗണ്ട് എന്തെങ്കിലും പണിയെടുത്തോണ്ട് സൗണ്ട് കേട്ടാൽ മതി. അതേ ശീലം എനിക്കിപ്പം വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എഡിറ്റാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, ഞാൻ ഇക്കൊക്കെ കോളാക്കിയിട്ട് ഇക്ക എന്തെങ്കിലും ആടെ കസ്റ്റമർക്ക് മുണ്ട് എന്തെങ്കിലും ആക്കും, ഇക്കാടെ സൈഡിൽ ഫോണ് അവിടെ എവിടെയെങ്കിലും വെക്കും, ഫോൺ എവിടെയെങ്കിലും ഉണ്ടാവും, ഇക്കൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എന്ത് സമാധാനം. സോ എന്താ പറയുക, അങ്ങനെ ഞാൻ ഏടെ നിർത്തിയിട്ടുണ്ടായത്. അല്ലോ മറന്നുപോയില്ല. ഇനി ടോപ്പിക് ചേഞ്ച് ആക്കട്ടോ നമുക്ക്. അങ്ങനെ എന്താ പറയലേ, ഇതിനിടയിൽ ഞാൻ ഇക്കൊക്കെ ഇപ്പം ഉണ്ടല്ലോ, ഞാൻ ഇത്രയെല്ലാം പണിയെടുക്കുന്ന ഇടയിലും ഞാൻ ഇക്കൊക്കെ കോളാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്നെ ഞാൻ പണിയെടുത്തോണ്ടുള്ളത് ഇക്കടിയും ഉണ്ട്, ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ ക്യാമറ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ, ഇങ്ങനെ ക്യാമറ ഓഫ് ആക്കുമ്പോൾ ഞാൻ കോളാക്കിയിട്ട് ഇക്കാടെ കസ്റ്റമറൊക്കെ മുണ്ടിക്കൊണ്ട് എന്തെങ്കിലും ചൂണ്ട കെട്ടിക്കൊണ്ട് അതെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ അതാ എനിക്ക് ടീ വെച്ചത് കൊടുത്തത് മാത്രം എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. അവന് എൻ്റെ അപ്പം വന്നിട്ട് അമ്മി ഇതന്നെ ലാസ്റ്റ് എന്തായെന്നറിയോ, ഞാൻ എനിക്ക് പൈക്കെന്ന് പറഞ്ഞേ ആപ്പിൾ അത് ഇതെല്ലാം മുറിച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ആകുമ്പോഴത്തേക്ക് ബാക്കിൽ പണിക്ക് പോകുന്ന ചേച്ചിൻ്റെ അവർ അതിലേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എന്തിന് കരയുന്നത്, ഞാൻ പറഞ്ഞു ഗ്യാസ് ഇരുന്നിട്ട് പൈച്ചിട്ട് കുടലത്തിന് കരയുന്നില്ലത് എന്ന്. അപ്പോഴത്തേക്ക് 9 കിട്ടും ഞാൻ പറയുന്നുണ്ട്. കുറച്ച് നേരം സബറാക്കുമ്പോൾ ഞാൻ ബ്രെഡും കൊടുത്തു, അത് മതി, ഇല്ലെങ്കിൽ ബ്രെഡെല്ലാം തിന്നുട്ടെ രാവിലെ, ബ്രെഡ് മുട്ടയ്ക്ക്. പക്ഷെ മുട്ടയില്ലാത്ത കൊണ്ടാണോ എനിക്ക് കുറച്ച് ഓക്കെ ഇല്ല, ഇനി ബ്രെഡും ഇങ്ങനെ മുട്ടയ്ക്ക് ഞാൻ കുറച്ച് പാല് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ബ്രെഡ് റോസ്റ്റാക്കി കൊടുക്കും. അതും ഇല്ല, ഒന്നുമില്ല. കുഞ്ഞിക്ക് ആകെ ഒന്നാമത് മരുന്നെല്ലാം കുടിക്കുന്നല്ലേ, സോ അതുകൊണ്ടെന്തോ. പിന്നെ ബെയ്യ ഉറങ്ങും രാത്രി, അപ്പോൾ പൈച്ചിട്ട് എണീക്കുന്നതല്ലേ. അപ്പോൾ ആ ചേച്ചി എന്താക്കി, ഞാൻ പറഞ്ഞിട്ട് മുന്നേ ബാക്കിലത്തെ ചേച്ചീൻ്റെ പേർക്ക് പോയിട്ട് 2 ദോശ കൊണ്ടുവന്നിട്ടാ. കുഞ്ഞ് പൈച്ചിട്ട് എങ്ങനെ തുന്നിന്നറിയില്ല, ഫസ്റ്റ് ടൈം കിട്ടാ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത്. ഇല്ലെങ്കിൽ ഗ്യാസ് തരുന്നെങ്കിൽ ഉമ്മ എന്തെങ്കിലും ആയിട്ട് അപ്പത്തെ പേർക്ക് കഴിഞ്ഞ് പോയിട്ട് 10 ചുട്ടിട്ട് വരും. ഇല്ല നമ്മളാണ് ഗ്യാസ് രണ്ടാമത് ഉണ്ടാവും, ഇതിൽ വാങ്ങിയിട്ട് എന്തായെന്ന് അറിയില്ല കേട്ടോ. സോ അങ്ങനെ അതിനെ സെറ്റാക്കിയിട്ട് വെച്ച് പിന്നെ ഒരു 10-11 മണിയായിന് കേട്ടോ നമുക്ക് ഗ്യാസ് കിട്ടുമ്പോൾ. അതുവരെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ട് ഉണ്ടായത്, വെള്ളം മാത്രം കുടിക്കുന്നുണ്ടായത്, വേറെ ഒന്നും ഉണ്ടായിച്ചാൽ. ബിസ്ക്കറ്റ് ഉണ്ടായിന്, എനിക്കിഷ്ടമില്ലാത്ത ബിസ്ക്കറ്റ്. സോ അതുകൊണ്ട് ഞാൻ അത് തിന്നിട്ടാണ് വെള്ളം കുടിച്ചിട്ടാണ് ഒപ്പിച്ച്. പിന്നെ മൈന എൻ്റെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നെങ്കിൽ പിന്നെ ഞാനവിടെ സൈഡാവും കേട്ടോ. എല്ലാവരും നല്ല പണിയിൽ തിന്നിട്ട് പുഷ്ടിയായിട്ടല്ലേ പണിയെടുക്കുന്നത്. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞെങ്കിൽ തിന്നിട്ട് ഞാൻ പണിയെടുത്താൽ അന്നത്തെ ദിവസം എൻ്റെ പണി നടക്കില്ല. ഞാനിങ്ങനെ എന്താ പറയുക, മതം പിടിച്ചിട്ട് ഇങ്ങനെ കടക്കും, അത്ര തന്നെ. കണ്ണിൻ്റെ എന്തെങ്കിലും ഫോൺ എന്തെങ്കിലും നോക്കിക്കോണുണ്ടാവും. പക്ഷെ കഴിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിന്. മുമ്പ് വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ രാവിലെ. സോ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് അങ്ങനെ വെള്ളം കുടിക്കും. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, വെള്ളം കുടിക്കാൻ സ്റ്റാർട്ടെല്ലാം ആയിട്ടുണ്ട്. കോമഡി എന്നറിയോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങളൊരു ബെൽറ്റ് കണ്ട എന്താണെന്നറിയോ, എനിക്ക് മസ്റ്റായിട്ട് ആ ബെൽറ്റ് യൂസ് ആക്കണം, എന്നാലേ എനിക്ക് ഇപ്പം നിൽക്കാനും നടക്കാനെല്ലാം പറ്റുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എനിക്ക് മറന്നുപോയത് എന്താ വെച്ചെങ്കിൽ, ഇപ്പം ഞാൻ നല്ല ഭയങ്കര പണിയെടുത്തോണ്ട് അങ്ങനെയെല്ലാം ഉള്ള കാരണം തന്നെ ഈ ബെൽറ്റ് ഉണ്ടായത് കൊണ്ട് കേട്ടോ. ബെൽറ്റ് എനിക്ക് ഇടുമ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് നിന്നെങ്കിൽ എന്തെങ്കിലും അധികം ഇങ്ങനെ പണിയെടുത്തെങ്കിലും ഉണ്ടല്ലോ, എല്ലാ പണിയും ഒന്നിച്ചെടുത്തെങ്കിൽ ഞാൻ മൂട്ടും. കുറച്ച് കഴിഞ്ഞെങ്കിൽ 2 ദിവസം ഇങ്ങനെ മൂട്ടി കളിക്കും, വേദന സഹിക്കാൻ പറ്റിയില്ല. ഈ ബെൽറ്റ് ഇട്ടിട്ടാകുമ്പോണ്ടല്ലോ ആ ഒരു പ്രോബ്ലം എനിക്ക് അധികം വന്നിട്ടാ. വേദന വരുന്നുണ്ട് പക്ഷെ അധികം വന്നിട്ടാ. ഈ പ്രഗ്നൻസിൽ വന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, എനിക്ക് കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഞാനിപ്പം. പിന്നെ എന്താ പറയുക, ഈ ഒരു ഉടുകാസിന് വേണ്ടിയിട്ടാ ഇത്ര എല്ലാം കഷ്ടപ്പെടുന്നില്ലത്. മൈൻ ഹെൽത്ത് എനിക്ക് പ്രോബ്ലം ആയത് തന്നെ അതിൻ്റെ പ്രഗ്നൻസിൽ ഒരു ഭാഗം എനിക്കില്ലാതായി, എന്തെല്ലോ പ്രശ്നമായിട്ടുണ്ടായിന്. സോ അതിൻ്റെ ഞാനിങ്ങനെ വരുന്നില്ലത് കേട്ടോ. ഇപ്പോൾ ഞാനുണ്ടല്ലോ ആ ബെൽറ്റിൽ ഇപ്പം ഞാൻ കാണുന്നത് കേട്ടോ, ബെൽറ്റ് ഇട്ടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് ഫുള്ളി ബെൽറ്റെല്ലാം ഇട്ടിട്ട് താഴെ പോകുന്നല്ലേ, ഇന്ന് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മാത്രമല്ല അങ്ങനെ നേരെ താഴെ പോയത്. ഞാൻ മുകളിലേ കയറിയിട്ടാണ് ജസ്റ്റ് ഒരു ഡ്രസ്സ് വെച്ചിട്ട് അതിൻ്റെ പമ്പേഴ്സ് ഒന്ന് നീറ്റാക്കിയിട്ട് പോയിട്ടുള്ളത്. പിന്നെ എൻ്റെ റൂമൊന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ട് അങ്ങനൊന്നും ആക്കിയിട്ടാ. തായം മാത്രമേ, മോളും തായം 2 ഒന്നിച്ചാക്കിയെങ്കിൽ ഞാൻ 2 ദിവസമല്ല 10 ദിവസം കിടക്കേണ്ടി വരും.
സോ അതുകൊണ്ട് ഞാൻ എൻ്റെ മുകളിലത്തെ റൂം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുങ്ങനെ ക്ലീൻ ആക്കും. താഴെ ഇതാ കാണിക്കുന്നത്. അതിനിടയിലുണ്ടല്ല ഗ്യാസ് വന്ന് അപ്പോഴത്തേക്ക് ഒന്നും ഉണ്ടായിട്ടാ. ഇല്ലെങ്കിൽ 11 ആയിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് പൈക്കാൻ തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാ ഞാൻ ചിക്കൻ ഉണ്ടായിന്, അത് ഫ്രീസറിലുണ്ടായത് കൊണ്ട് ഐസ് കട്ട് വിടുന്നേ ഉണ്ടായിട്ടാ. ഇപ്പം ഞാൻ ബീഫ് ഇട്ടാ സൈഡിൽ വെച്ചിട്ടില്ല, അത് ഉച്ചക്ക് വേണ്ടിയിട്ട്. സോ എന്താ പറയുക, ഞാൻ അതിനിടയിൽ കബാബാക്കി. എന്നാൽ ഓന് ഇത് തിന്നോന്നുണ്ടാവും, കോഴി ഇങ്ങനെ തിന്നാൽ മതി എന്തെങ്കിലും. എനിക്ക് അതിനിടയിൽ വന്നിട്ട് അമ്മ ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. സോ അതുകൊണ്ട് ഞാൻ ചിക്കനും പൊരിച്ചിട്ട് വെച്ച്. പിന്നെ ഉച്ചക്ക് ചോറ് ഉമ്മ ഉണ്ടല്ലോ, രാവിലെ തിളക്കാൻ വെക്കും ഉമ്മ ഇട്ടാ. രാവിലെ ഉമ്മ വെക്കും കുക്കറിൽ ചോറ് വെക്കും. പക്ഷെ എന്ത് പറയല്, ഉമ്മ വെക്കുമ്പോഴാണ് ഗ്യാസ് തീർന്നിട്ടുണ്ടായത് കേട്ടോ. സോ ഇപ്പം വെക്കണം, ഉച്ചക്കാവോ ഒന്നും അറിയില്ല. അതിനിടയിൽ ഞാൻ എന്താക്കി, നെയ്ച്ചോറ് അയനിക്ക് നെയ്ച്ചോറും കബാബ് കൊടുക്കാമെന്ന് പറഞ്ഞു ചേട്ടാ. ഞാൻ വേഗം ഇതാക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഉപ്പൊക്കെ കുളക്കിയിട്ട് പെരക്കൊന്നും ഉണ്ടായില്ല. സോ എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പ ഉണ്ടല്ല, പാലും അതേ കണക്കെ ഫ്രൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് രാവിലെ കൊണ്ടുവരും, ഉച്ചക്കും കൊണ്ടുവരും. തീർന്ന പാട് ഉപ്പ ദിവസം 2-3 വട്ടം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊണ്ടുവരും കേട്ടോ. ആപ്പിള്, ഉറുമമ്പഴ, അങ്ങനത്തെ എന്തെല്ലാം കൊണ്ടുവരും. സോ ഇപ്പോൾ പേരയ്ക്ക, പിന്നെ പാല്, പിന്നെ എന്താ പറയുക മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിന്. എനിക്കിപ്പോൾ പിന്നെ ബ്രെഡ് മുട്ട ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും മുട്ട ഓഫ് ബൈല ആംപ്ലേറ്റാ ഇല്ലെങ്കിലും ബ്രെഡിനെല്ലാം മിക്സാക്കി കൊടുത്തെങ്കിലും ഓനെ അങ്ങനെ തിന്നും. സോ കബാബ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നെയ്ച്ചോറ് ഇങ്ങനെ ആക്കണം കേട്ടോ. ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നില്ലത്. അപ്പോഴത്തേക്ക് ഇതിലൊന്ന് നീറ്റാക്കി വെച്ചെങ്കിൽ പിന്നെ ഇതിൻ്റെ ബാക്കിൽ കളിക്കണമല്ലോ. ഒന്നാമത് അതിന് എൻ്റെ ബാക്കിൽ ഉണ്ടായത് കൊണ്ട് മുട്ട പൊട്ടിച്ചെങ്കിൽ തീർന്ന്, പിന്നെ കഴിഞ്ഞല്ലോ, തീർന്ന്. മുട്ടയിലും ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആരും ബയ്യെത്തിയില്ല കേട്ടോ. വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിലേ ബയ്യെത്തും. പക്ഷെ അയനൊന്നും ആക്കിയെങ്കിൽ ആരും ഒന്നും ആക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അയനിന് എന്ത് ചെയ്താലും ആരും ബയ്യെത്തുന്നില്ല. ആകെ തല്ല് കിട്ടുന്നതും എൻ്റെ കയ്യിൽ നിന്ന് മാത്രം. ഇട്ടിക്കെടുക്കും ഉമ്മാൻ്റെ അമ്മ പോയെങ്കിൽ മാത്രമേ 2 കിട്ടും. പക്ഷെ ഉപ്പ അത് കണ്ടെങ്കിൽ പിന്നെ തീർന്ന് പറയണ്ട. അപ്പോഴത്തേക്ക് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായ ഈ പേരയ്ക്ക ഉണ്ടല്ലോ, നല്ല ഉണ്ടായിന്. ഒരു സൈഡ് മുകളിൽ കുറച്ച് ഇതുണ്ടായി. ഞാൻ ചോദിച്ചാൽ മുകളിൽ മാത്രമേ ഇരിക്കും, പക്ഷെ ഉള്ളിൽ മൊത്തത്തിൽ പൊട്ടായിനിട്ട് ബേജാറായിപ്പോയി. പിന്നെ അതിനിടയിലുണ്ടല്ലോ കബാബ് ഞാൻ ഫസ്റ്റ് ഇതാക്കിയ പാട് കൊടുത്തിട്ടാട്ടോ അത് സൈഡിൽ വെച്ചിട്ട്. എന്താ വെച്ചെങ്കിൽ അതെന്നെ തിന്നേക്കണ്ട. അതിനിടയിൽ ഉപ്പ ഇത് കൊണ്ടുവന്നത് കൊണ്ടിട്ടാ. ഇല്ല ഞാൻ ചിക്കൻ വേഗം ഫ്രൈ ആക്കിയതിന് തിന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കിട്ടിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ഒപ്പിക്കുക. അപ്പോഴത്തേക്ക് നെയ്ച്ചോറാകുമ്പോഴത്തേക്ക് ചോറും ഇത് രണ്ടും ഒന്നിച്ചിട്ട് കൊടുത്താൽ മതിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോഴത്തേക്ക് ഓൻ്റെ കൊടുക്കുമ്പോൾ മോനെ ഇത് എന്താ അമ്മി എന്നല്ല പറഞ്ഞിട്ട് അതായത് ഒരു ഡയലോഗ്. റബ്ബേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് വേറെന്ത് പച്ചോനെ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള വാക്കെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായാലും. അപ്പോഴത്തേക്ക് നെയ്ച്ചോറ് വേഗം ആക്കിയിട്ടെടുക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ കുക്കറിൽ ഇങ്ങനെ ആക്കിയിട്ടെടുക്കുന്നില്ല കേട്ടോ. ഇവിടെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിയൊന്നും ഇടില്ല. ഞാനിങ്ങനെ ഉള്ളി ഇതെല്ലാം ഇടും. പക്ഷേ വേറെ ഒന്നും അത്ര ഇതൊന്നും ഉണ്ടായിട്ടോ. പട്ട ഗ്രാമ്പോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കുറച്ച് ഉണ്ടായത് കൊണ്ട് അതിനെന്താ ഈ ചെക്കന് സൈഡിൽ എവിടെയോടെ കൊണ്ടുവെക്കുന്നുണ്ടായത് കേട്ടോ വന്നിട്ട്. പിന്നെ ആട് നെയ്ച്ചോറ് ഞാൻ സെറ്റാക്കി. പിന്നെ ഈ പാത്രം എനിക്കിഷ്ടമില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ അധികം നിൽക്കുമ്പോൾ എനിക്ക് കാല് ഒരു സൈഡ് നല്ല എപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് പാത്രം കേൾക്കാൻ നിന്നെങ്കിൽ മുമ്പെല്ലാം നല്ല പാങ്ങിയ പാത്രം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് പാത്രം കേൾക്കുന്ന നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്തെന്നറിയില്ല, പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ പാത്രം ഞാൻ ഓരോരോ പാത്രം വരുമ്പോൾ ഞാൻ അപ്പം കയ്യിൽ അങ്ങനെ തന്നെ സെറ്റാക്കുന്നുണ്ടെങ്കിൽ ഇനി എന്താ പറയുക ഇറച്ചിക്കറിക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചെങ്കിൽ ഇപ്പം തന്നെ 12:30 അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. 12 കാലങ്ങളെന്തോ ആയിട്ടുണ്ട്. സോ എന്ത് പറയല് ചിക്കന് ബീഫ് ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിന് അത് അപ്പം ഇതാവും ശരിയാവും എന്നറിയില്ല, പിടിച്ചിട്ടുണ്ട്. സോ അപ്പോഴത്തേക്ക് ഉള്ളി ഇതെല്ലാം സെറ്റാക്കി വെച്ചെങ്കിൽ അത് ആടെ ആവുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നൊന്ന് സെറ്റാക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ മിക്സി ജാർ എടിയോ പോയതല്ല, എന്തോ കേടായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തിയിട്ടിടുന്നില്ലത്. പക്ഷെ മണം മിക്സിയിൽ ഇറച്ചിങ്ങനെ കേട്ടോ. പക്ഷെ ഓരോരോ കറിക്ക് ഇങ്ങനെ കുത്തിയിടുമാണ് രസം. പക്ഷെ എനിക്ക് ഇറച്ചിക്കറിക്ക് കോഴിക്കറിക്കെല്ലാം ഈ മിക്സി ജാറിൽ തന്നെ എന്താ പറയുക പേസ്റ്റാക്കിയെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നല്ല മണം പോലെ ഉണ്ടാകുന്നത്. സോ ഇല്ലെങ്കിലും മീനുണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ പിന്നെ ഒരു കോമഡി എന്നറിയോ, ഉമ്മ പറഞ്ഞു മീനുണ്ട് എന്നാൽ മീൻ എന്തെങ്കിലും ആക്കിക്കോന്ന് പറഞ്ഞു. അത് ഈസി അല്ലേ. അപ്പോൾ ആക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മീൻ മുറിച്ചിട്ടാ. എനിക്ക് മീൻ കോഴി ഇതൊന്നും മുറിക്കാൻ അറിയില്ല. ഞാൻ പ്രൗഡായിട്ട് പറയുന്നതൊന്നുമല്ല, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. മുമ്പെല്ലാം ഞാൻ ചിക്കന് അതൊരു വസ്തു ഞാൻ തിന്നുന്നുണ്ടായിട്ടാ.
ഞാൻ പ്യൂർ വെജായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഇറച്ചി, മീൻ, മുട്ട, കോഴി എല്ലാം ഞാൻ പഠിച്ചിട്ടാ. ഹാർഡ് വരിക്ക രണ്ടുട്ടുമ്മ പറ്റിച്ച് ഇറച്ചിക്കറി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലായി ആ സ്മെല്ലും കൊണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്കുണ്ടല്ലോ, ഞാൻ തിന്നാനേ ഇപ്പോൾ പഠിക്കുന്നുള്ളത്. സോ ഏകദേശം തിന്നാൻ സെറ്റായിട്ടുണ്ട്. അത് എനിക്ക് മുറിക്കാനെല്ലാം ഒന്നും സെറ്റാകുന്നില്ല. അത് എനിക്ക് എന്തെല്ലോ ആകുന്നത്. മീനെ കാണുമ്പോൾ മീൻ പോകുന്ന കാണും, പിന്നെ പോത്ത് ഇറച്ചിയെല്ലാം കാണുമ്പോണ്ടല്ലോ എനിക്ക് അല്ലോ പോത്തിങ്ങനെ കണ്ടത്തിൽ നിൽക്കുന്ന കാണുന്നില്ലത്. അപ്പം ഞാൻ ഇക്കൊക്കെ കോളൊക്കെ ഇക്കുക എനിക്ക് മുറിക്കാനറിയില്ല. ഇല്ലെങ്കിൽ ഉമ്മ മുറിച്ചിട്ടെല്ലാം വെച്ചിട്ട് ഉമ്മ സെറ്റാക്കും കേട്ടോ. ഉമ്മൻ്റെ ഫുഡ് മൈന് നമ്മളെ പേർക്കത്തെ ബാക്കി കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വരുന്നതേ വേണ്ട കേട്ടോ. ഉമ്മന്നെ നോക്കും. അതുകൊണ്ട് എൻ്റെ മദർ ഇൻ ലോ ബെസ്റ്റ് മദർ ഇൻ ലോ. ഉമ്മ ഇപ്പോൾ വിചാരിക്കും എൻ്റെ പൊക്കി പറയുന്നുണ്ട്. പക്ഷെ അല്ല കേട്ടോ, എൻ്റെ ഈടുത്തുമ്മ ഇക്കനുമ്മ ഫുഡിൻ്റെ കാര്യത്തിൽ ടോപ്പ് ആൻഡ് ടോപ്പ്. ഫുഡ് അതേ കണക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ പെരക്കത്തെ ഫുഡ് ഞാൻ പഠിച്ചത് എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ട്. അത് നമ്മൾ ഇങ്ങനെ ഇതായിരിക്കും കേട്ടോ, മുളവെള്ളം അങ്ങനത്തതല്ല. പക്ഷേ ഇങ്ങനത്തെ ബീഫ് നമ്മളെ പെരക്ക് അങ്ങനെ ഒന്നും മീൻ കറി, ബീഫ്, കോഴിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. എപ്പെങ്കിലും മാസത്തിന് 2-3 മാസത്തിന് അങ്ങനെ വെക്കും നമ്മളവിടെ പയറ്, കട്ട്ല അങ്ങനത്തേത്. പക്ഷെ ഇവിടെ വന്നേ പിന്നെ കേട്ടാ ഉമ്മൻ്റെ ഓരോരോ സ്പെഷ്യൽ ഫസ്റ്റ് ഞാൻ തിന്നൊന്നും ഉണ്ടായിട്ടാ, ഞാൻ ആക്കുന്ന പോലും ഉണ്ടായിട്ടാ. ഉമ്മയുടെ ചിക്കൻ കറി, ബീഫ് കറിയെല്ലാം ആക്കിയെങ്കിൽ ഞാൻ ആ ഭാഗത്തേ വരില്ല. അതിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റുന്നുണ്ടായിട്ടാ. ഇപ്പം ഇതാ ഇക്കൊക്കെ കോളാക്കിയിട്ട് എങ്ങനെ മുറിക്കണമെന്നല്ല പറഞ്ഞിട്ട് ഒരിക്കൽ മീൻ മുറിക്കാൻ ഇക്ക ഉണ്ടാകുമ്പോൾ ഇക്കവും ഞാൻ 2 ഷെയർ ആക്കിയിട്ട് മീൻ മുറിച്ചു. പിന്നെ ആദ്യം എനിക്ക് ഉമ്മ ചെമ്മീൻ മുറിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും കേട്ടോ. ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് ഇതാക്കും, ക്ലീൻ ആക്കും ഉമ്മ അതിൻ്റെയൊക്കെ കൂടിയിട്ട്. മറ്റേ ചില ഇറച്ചിയെല്ലാം എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എനിക്ക് അത് എന്തെന്നറിയില്ല. ഇപ്പം വിചാരിച്ചിങ്ങനെ പറയുമായിരിക്കുമോ തിന്നാനറിയല്ലേ എന്ന്. തിന്നാനെന്നെ പഠിച്ചത് ഇപ്പോൾ അതാണ് ടാസ്ക്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമെല്ലാം ആക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ ആക്കിയിട്ട് ഞാൻ എന്ത് പറയല് ഇറച്ചി വെച്ചിട്ടുണ്ട് തീമ. സോ കറി ആക്കാൻ അറിയാം കേട്ടോ. അത് ഉമ്മ പഠിപ്പിച്ചിട്ട് ഉമ്മാനെ കണ്ടിട്ട് ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത് ഞാനവിടെ ഞാൻ തന്നെ ഇതാക്കും. ഉമ്മ മസാല ഇതെല്ലാം ഇട്ട് തരും. അതുകൊണ്ട് വലിയ സീനുണ്ടായിട്ടാണ്. പക്ഷേ ഈടൊരു സംഭവം കണ്ട, എനിക്ക് പണ്ടൊരിക്കൽ ഇതേ കണക്ക് എൻ്റെ മേക്കപ്പ് ഫുള്ള് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ടല്ലോ ചോറിൻ്റെ ഭാഗത്ത് വരില്ല. ഇതൊന്നാമത് ചോറ് ഫുള്ള് ഉണ്ടായിരുന്നു. എൻ്റെ താക്കത്തും മതിയാന്നുണ്ടായിട്ടാ. അപ്പോഴത്തേക്ക് ഫുള്ള് മറിഞ്ഞ് ഞാൻ എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് മറിയുമ്പോൾ സൗണ്ട് ആക്കിയിട്ട് ബയ്യ എനിക്കുണ്ടല്ലോ എന്തോ ആയിട്ടാകുമ്പോൾ ഞാൻ കൂക്കിയിട്ടമ്മ എനിക്ക് എങ്ങനെ മനസ്സിലായെന്നറിയില്ല. എന്തായി അമ്മ ഓൻ ആ സൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലോ, TV വെക്കുന്നില്ലത്. അതിനിടയിൽ പാഞ്ഞോണ്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞ് ഞാറിന് നീ എൻ്റെ ബാക്കിൽ നിൽക്കല്ലായാനു. ഒരു പേടിയായിട്ടാ. കുറേ നേരം നിൽക്കും. ഞാൻ പറഞ്ഞ് ഓനെ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞു നീ മോള് അമ്മീൻ്റെ എവിടെയോ ചെരുപ്പുണ്ട്, നീ അമ്മീൻ്റെ ചെരുപ്പ് എടുത്താന്ന് പറഞ്ഞിട്ട് അമ്പോഴത്തേക്ക് ഓനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഓനെ എൻ്റെ ചെരുപ്പ് തപ്പാൻ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കുണ്ടല്ല ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടായിട്ട് അതുകൊണ്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. ചോറ് ഫുള്ളുണ്ടായിന്, എനിക്ക് താങ്ങുന്നുണ്ടായിട്ടാ. എനിക്ക് അത്ര താക്കത്തില്ലാത്തതുകൊണ്ട്. സോ എങ്ങനെയല്ലോ ആയിട്ട് ഞാൻ അത് മറിച്ചിട്ട്, അതിനെന്താ പറയല്, മറിച്ചിട്ട അങ്ങനെ എന്തോ ആക്കി ഞാൻ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. സോ അതിനിടയിൽ ബീഫ് ഞാൻ ബേകാനെല്ലാം വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിനുള്ള മുളക് അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഞാനൊരു 10-20 തൊട്ട് ഉമ്മാക്ക് വിളിച്ചിന് എന്തായിന്ന്. അപ്പോഴത്തേക്ക് ചെമ്മുക്ക് ഫസ്റ്റ് ഒരു ഡോസ് വെച്ചിട്ട് അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എന്താ പറയുക നോക്കിയിട്ട് ഇൻഫെക്ഷനൊന്നും ചൊറിച്ചലൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഉമ്മനെ അവരെ വെയിറ്റ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. സോ ഈ ഇറച്ചിക്കറിയിൽ ആകുമ്പോഴത്തേക്ക് ഉണ്ടല്ല ഉമ്മ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിന്. പാത്രം കണ്ട പാത്രം എനിക്ക് മടുത്ത്. അതിനിടയിൽ ഞാൻ അവിടെ ഉണ്ടല്ലോ കയ്യിൽ വെച്ചിട്ടുണ്ടായിന് കറീൻ്റെ. ഈ ചക്കൻ അത് കൊണ്ടുവന്നിട്ട് നക്കി കളിക്കുന്നുള്ളത്. ഓന് അമ്മ ഞാൻ ടേസ്റ്റ് നോക്കുന്നില്ലത് എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ല പറഞ്ഞോട് തോന്നുന്നില്ലത് കേട്ടോ. അതായത് ഞാൻ മുളക് അവിടെ ഇതാക്കിയിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയ്യാനും കരയാൻ തുടങ്ങിയിട്ടാ. ഉറക്ക് വന്നു ബാ മീ മോള് പോവാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാ. അപ്പോഴത്തേക്ക് ഉമ്മാനെ വരത്തി എന്നെ ഓനെ ഉറക്കട്ടിട്ടാ. പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.